നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. റെയിൽവേ മന്ത്രാലയം ട്രെയിൻ അനുവദിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന്. വിദ്യാർത്ഥികളെ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ കേരളത്തിലെത്തിക്കും. സംഗീതത്തെ പുതുതലമുറ ഗൗരവമായി കാണുന്നത് ശുഭകരമെന്ന സംഗീതജ്ഞൻ ടി.എം. കൃഷ്ണ. സംഗീതം ഇന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടേതുമായി. ഒറ്റപ്പാലത്ത് ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ പാട്ടും പൊരുളും. തൃശൂരിൽ ഒറിയൻ സ്പെഷ്യൽ കഞ്ചാവുമായി ലഹരി മാഫിയ സംഘം എക്സൈസിന്റെ പിടിയിൽ. 5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥികളും ഡ്രൈവർമാരും ഗുണ്ടകളുമാണ് ഇവരുടെ പ്രധാന ഇടപാടുകാരെന്ന് എക്സൈസ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ പ്രത്യേക ട്രെയിൻ അനുവദിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് റെയിൽവേ മന്ത്രാലയം ട്രെയിൻ അനുവദിച്ചത്. ജമ്മു, ശ്രീനഗർ, ബാരാമുള്ള, പഞ്ചാബ്, ജലന്ധർ എന്നിവിടങ്ങളിൽ നിന്നും ഡൽഹിയിലെത്തിയ വിദ്യാർത്ഥികളെ കേരളത്തിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിനാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. തൃശൂരിൽ ഒറിയൻ സ്പെഷ്യൽ കഞ്ചാവുമായി ലഹരി സംഘം എക്സൈസിന്റെ പിടിയിൽ. സംഘത്തലവൻ രാജേഷ് നേരത്തെയും ലഹരി കടത്തു കേസുകളിൽ പ്രതിയാണ്. വിദ്യാർത്ഥികളും ഡ്രൈവർമാരും ഗുണ്ടകളുമാണ് ഇവരുടെ പ്രധാന ഇടപാടുകാരെന്ന് എക്സൈസ് പറഞ്ഞു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ സുധീറും സംഘവും നടത്തിയ പരിശോധനയിലാണ് തൃശൂർ നഗരത്തിൽ നിന്ന് മയക്കുമരുന്നുമായി സംഘം പിടിയിലായത്. പ്രധാന പ്രതി രാജേഷ് നേരത്തെയും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. ഇയാളിൽ നിന്ന് ഒറിയൻ സ്പെഷ്യൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. 5 കിലോയോളം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. കഞ്ചാവ് വാങ്ങി ഉപയോഗിച്ചിരുന്നവരെക്കുറിച്ച് മൊബൈൽ കോൺടാക്റ്റ് അനുസരിച്ച് വിവരം ലഭിച്ചു. ഇവരെ കണ്ടെത്തി കേസെടുക്കുന്നതിനും അഡിക്റ്റായവരെ വിമുക്തി മിഷൻ വഴി പുതുജീവിതത്തിലേക്ക് എത്തിക്കാനും നടപടി സ്വീകരിക്കുമെന്ന് തൃശൂർ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ A.T. ജോബി അറിയിച്ചു. A. മുജീബ് റഹ്മാനൊപ്പം പ്രിവന്റീവ് ഓഫീസർ T.J. രഞ്ജിത്ത്, AI ഗ്രേഡ് N.R. രാജു, PO ഗ്രേഡ് സിജോമോൻ, PO ഗ്രേഡ് K.R. ബിജു തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംഗീതത്തെ പുതുതലമുറ ഗൗരവമായി കാണുന്നത് ശുഭകരമാണെന്ന് സംഗീതജ്ഞൻ ടി.എം. കൃഷ്ണ. ഒറ്റപ്പാലം ഡയലോഗ് ഫിലിം സൊസൈറ്റി ഒരുക്കിയ പാട്ടും പൊരുളും പരിപാടിയിലെ ആമുഖവേദിയിൽ സംസാരിക്കുകയായിരുന്നു ടി.എം. കൃഷ്ണ. ഇപ്പോഴത്തെ തലമുറ വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തെ ഗൗരവമായി സമീപിക്കുന്നുണ്ട്. പുതുതലമുറയിൽ സംഗീതത്തിൻ്റെ ഭാവി സമ്പന്നമാണെന്ന് ടി.എം. കൃഷ്ണ ചൂണ്ടിക്കാട്ടി. പഴയകാലത്ത് ചെറുപ്രായത്തിൽ സംഗീതത്തെ എങ്ങനെയാണ് ഏറ്റെടുത്തതെന്ന് വിലയിരുത്തുമ്പോഴാണ് പുതിയ തലമുറ സംഗീതത്തിന് നൽകുന്ന പ്രാധാന്യം മനസ്സിലാകുന്നത്. പണ്ട് ദേവദാസി ബ്രാഹ്മണ സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന സംഗീതം ആധുനിക കാലത്തെത്തിയപ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടേതുമായെന്നും ടി.എം. കൃഷ്ണ അഭിപ്രായപ്പെട്ടു. Answer on the zero. Maximum passing text. So it is the fact is that big book. It's a treatise, an intellectual treatise. I can disagree with Abraham Pandita. That's a different thing. But the fact that you are not treating that treatise seriously also tells you why. It is also because Abraham Pandita is not treated seriously. It also proves my point that even intellectually, academically, you are not willing to take other voices into the discourse, right? So the fact that Abraham Pandita is ignored is also an example of why we are not, this community, this music is not going, because even intellectual interventions from people from the larger world we have not included. കലാനിരൂപകൻ M.J. ശ്രീചിത്രൻ മോഡറേറ്ററായിരുന്നു. കലർപ്പില്ലാത്തതും ലാവണ്യാനുഭൂതി പകരുന്നതുമാണ് ശുദ്ധസംഗീതമെന്ന് പ്രഭാഷകൻ സുനിൽ P. ഇളയിടം പറഞ്ഞു. S. അജയകുമാർ അധ്യക്ഷത വഹിച്ചു. K. പ്രേംകുമാർ MLA, പ്രജിത്ത് ചേതന, T.K. അച്യുതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ടി.എം. കൃഷ്ണയുടെ കർണാടക സംഗീത കച്ചേരിയും അരങ്ങേറി.
ഒറ്റപ്പാലം. കേരള കലാമണ്ഡലം നീള ക്യാമ്പസിൽ അരങ്ങ് കഥകളി അവതരണം നടന്നു. നിരവധി കഥകളി ആസ്വാദകർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ കഥകളി അധ്യാപകനും വിദ്യാർത്ഥിയുമായിരുന്ന കലാമണ്ഡലം ജോൺ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ജോണിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം ഡോക്ടർ സുദീപ് മോഹൻ അവതരിപ്പിച്ച കഥകളി പൂതനമോക്ഷം അരങ്ങിലെത്തി. പിന്നണിയിൽ കലാമണ്ഡലം മണികണ്ഠൻ, വിനീഷ് എന്നിവർ ഗാനമാലപിക്കുകയും ശ്രീരാഗ് ചണ്ടയും ഇടക്കയും മനോജ് മദ്ദളത്തിലും വേദിയിലെത്തി. അരുൺ രമേശ്, സോഹാൻ എന്നിവർ അണിയറ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പത്തിരിപ്പാല GVHSലെ SLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ 10 വിദ്യാർത്ഥികളെ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർ പഠനം നടത്താൻ കഴിയാത്ത വിദ്യാർത്ഥികളെ കണ്ടെത്തി അതിനുള്ള സൗകര്യമൊരുക്കുമെന്നും അൻവർ സാദിഖ് പറഞ്ഞു. എല്ലാത്തിനും കമ്പ്യൂട്ടർ സയൻസ് ആണ് അതിൻ്റെ ബേസ്. ഞാനത് പറഞ്ഞു തരാൻ കാരണം ഒട്ടനവധി സ്ഥാപനങ്ങൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ്. പല കുട്ടികളും ചിലപ്പോൾ എന്തെന്നറിയാതെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കും, കൊമേഴ്സ് എടുക്കും. അതെല്ലാം എടുത്ത് 2 വർഷം കഴിഞ്ഞ് +2 റിസൾട്ട് കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ ആഗ്രഹം തോന്നുക, നമുക്ക് ഡോക്ടറാകണം, അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാർമസി കോഴ്സുകളിലേക്ക് പോകണം എന്നല്ല, മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ ഈ കോഴ്സ് പറ്റിയെന്ന്. തുടർ പഠനം എന്ന് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് കരിയർ ക്ലാസ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. സുലൈമാൻ, ഫാസിൽ എന്നിവർ സംസാരിച്ചു. സുമയ്യ, വൈഷ്ണവ്, ദേവസൂര്യ, ഷിയ ഫാത്തിമ, അഖില, അബ്ദുസമദ്, അൽ ഹയറിൻ, ലഫീസ, അർജുൻ ദാസ്, അബ്ദുൾ സമദ് എന്നീ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാളക്കാരെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു 54-കാരൻ ചെറുതുരുത്തിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കൊച്ചു കഫേ മഖാനിയിൽ ജവാന്മാർക്കായി ഒരു റൂം തന്നെ ഒരുക്കിയിരിക്കുന്നത്. കഫേയിലെ ഏത് ഭക്ഷണവും പട്ടാളക്കാർക്ക് സൗജന്യമാണ്. മഞ്ഞും വെയിലും മഴയും വകവയ്ക്കാതെ ഓരോ ഇന്ത്യക്കാരനെയും ജീവൻ സംരക്ഷിക്കുന്ന നമ്മുടെ ധീരജവാന്മാർ ഇന്ന് യുദ്ധത്തിനെ നേരിടുന്ന അവസ്ഥയിലാണ്. ഇവർക്ക് നന്മകൾ പകരാനും പ്രാർത്ഥിക്കാനുമായി വർഷങ്ങളായി തൻ്റെ കൊച്ചു കഫേ മഖാനിയിൽ ജവാന്മാർക്കായി ഒരു റൂം തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് പൂവത്തിങ്കൽ വീട്ടിൽ അബ്ദുൾ സലാം എന്ന 54-കാരൻ. വർഷങ്ങളായി പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് നന്മകൾ വരട്ടെ എന്ന് പറഞ്ഞ് ലഘുരേഖകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം കടയിലെത്തിയ എല്ലാ പട്ടാളക്കാർക്കും ഇവിടെയുള്ള എന്ത് ഭക്ഷണം കഴിച്ചാലും സൗജന്യമാണ്. ഇവർക്കായി ഒരു റൂം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ പല ജവാന്മാരുടെയും ഫോട്ടോകളും പതിച്ചിട്ടുണ്ട്. നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഇവർ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നത് കൊണ്ടാണ് എന്ന് എഴുതിയ കട്ടൗട്ടറും മിലിറ്ററി ഡ്രസ്സിൻ്റെ കളറോട് കൂടിയ റൂം ആണ് അലങ്കരിച്ചിരിക്കുന്നത്. ഈ റൂമിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് ഒരു സെൽഫി ചിത്രമെടുത്തതിന് ശേഷമാണ് അധികം ആളുകളും പോകാറുള്ളൂ. ഇതിനോടകം നിരവധി സാമൂഹിക പ്രവർത്തനത്തിലുള്ള അവാർഡുകൾ ഇദ്ദേഹത്തെ തേടിയെത്തി. 7ാം വയസ്സിൽ സ്വന്തം ജ്യേഷ്ഠൻ മുഹമ്മദ് അലി ജവാനായപ്പോൾ അവിടെ നിന്ന് ലീവിൽ വരുമ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കേട്ടതോടെയാണ് തനിക്കും ഒരു പട്ടാളക്കാരനാകണം എന്ന് ആഗ്രഹിച്ചത്. എന്നാൽ സാഹചര്യം ഒത്തുവന്നില്ല. അങ്ങനെയാണ് വിദേശത്ത് ജോലിക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരെ പറ്റി കുറേ പഠിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം നാട്ടിൽ വന്ന് സ്വന്തമായി ഒരു കഫേ മഖാനി തുടങ്ങിയത്. കോവിഡ് കാലത്ത് ആരോഗ്യ പ്രവർത്തകർക്കും ആംബുലൻസ് പോലീസ് ഉദ്യോഗസ്ഥർക്കും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഈ കടയിൽ കുപ്പിവെള്ളവും ചായയും സൗജന്യമായി നൽകി വരുന്നത് ഇന്നും തുടരുന്നു. ഓരോ ജവാന്മാർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണമെന്നും സലാം പറഞ്ഞു. പ്രശ്നം വരുമ്പോൾ ആലോചിക്കേണ്ട കാര്യങ്ങളല്ല.
നമ്മുടെ രാജ്യത്തെ സൈനികർ പറഞ്ഞാൽ നമ്മളെ കാര്യം വലിയ ദീർഘവീക്ഷണത്തോടുകൂടി വലിയൊരു കാഴ്ചപ്പാടോടുകൂടി കണ്ടിരിക്കും. ഞാൻ ഏകദേശം ഒരു 7 വയസ്സ് മുതൽ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്കൊരു 5 വയസ്സ് പ്രായമുള്ള സമയത്താണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്തതും രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തതും. അന്ന് മുതൽ ആണ് എനിക്ക് ഈ രാജ്യത്തെ ഫോഴ്സിനോടുള്ള താല്പര്യം ഉണ്ടായത്. അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹത്തിലായിക്കോട്ടെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ പരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നീട് ഞങ്ങളൊക്കെ വളർന്ന് വലുതായതോടുകൂടി ഞങ്ങളുടെ ആഗ്രഹങ്ങളും അതുപോലെ വളർന്നു വലുതായി. രാജ്യത്തെ സൈനികർക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങി. ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തിൽ ഞങ്ങളെ എല്ലാവിധ സേവനങ്ങളും രാജ്യത്തെ സൈനികർക്ക് 24 മണിക്കൂറും നമ്മുടെ കുടുംബത്തിൽ ആര് വരുന്നുണ്ടോ അവർക്ക് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും അതേപോലത്തെ ഫെസിലിറ്റിയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ പരുത്തിപ്ര ശ്രീ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹമൂർത്തി ജയന്തി ആഘോഷം 2 ദിവസങ്ങളിലായി നടന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരുക്കിയ പ്രസാദ ഊട്ടിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ശനി ഞായർ ദിവസങ്ങളിലായാണ് നരസിംഹമൂർത്തി ജയന്തി ആഘോഷിച്ചത്. ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ഭവത്രാതൻ നമ്പൂതിരിയുടെയും മേൽശാന്തി രാമൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും വിശേഷ പൂജകളും നടന്നു. ശനിയാഴ്ച ഷൊർണൂർ വൈഷ്ണവം ട്രസ്റ്റിൻ്റെ പുരസ്കാര സമർപ്പണം, എൻഡോവ്മെൻറ്റ് വിതരണം, അക്ഷരശ്ലോക സദസ്സ്, കാവ്യകേളി തുടങ്ങിയ പരിപാടികൾ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. വൈകിട്ട് നൃത്തനൃത്യങ്ങളുമുണ്ടായി. ഞായറാഴ്ച വിശേഷ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് നടന്ന പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. അത് പ്രസാദ ഊട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വൈകുന്നേരമായ ഇതിന് ഗാനമേള ഉണ്ട്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഇതിൻ്റെ നാട്ടിലുള്ള കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം 2 ദിവസമായിട്ടുള്ള പരിപാടികളായിരുന്നു. വൈകിട്ട് താലമെടുപ്പ്, ദീപാരാധന, വൈഷ്ണവം ട്രസ്റ്റിൻ്റെ പഞ്ചാരിമേളം, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം ഗ്യാങ് ഓഫ് പരുത്തിപ്ര സ്പോൺസർ ചെയ്ത ഗാനമേളയുമുണ്ടായി. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഷൊർണൂർ കുളപ്പുള്ളിയിൽ അപൂർവ രോഗം ബാധിച്ച ഒരു വയസ്സുകാരൻ്റെ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. 20 ലക്ഷം രൂപയാണ് പിഞ്ചുകുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കുളപ്പുള്ളി അണ്ണാഞ്ചേരിപ്പറമ്പ് തോട്ടത്തിൽ രൂപേഷ് ഷർമിള ദമ്പതികളുടെ ഏകമകനായ 1 വയസ്സുള്ള പ്രണവ് കൃഷ്ണയാണ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എപ്പിലെപ്സി എന്ന അപൂർവങ്ങളിൽ അപൂർവമായ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കുട്ടിയുടെ സ്ഥിതി ഗുരുതരമാണ്. രോഗം ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം. കൂലിപ്പണിക്കാരനായ കുട്ടിയുടെ അച്ഛൻ രൂപേഷിന് ഭീമമായ ഈ തുക കണ്ടെത്താൻ പ്രയാസമാണ്. കുട്ടിയുടെ ചികിത്സയ്ക്കായി ജനങ്ങളുടെ കൂട്ടായ്മയിൽ പ്രണവ് കൃഷ്ണ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പി മമ്മിക്കുട്ടി MLA രക്ഷാധികാരിയായ സമിതിക്ക് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, 33-ാം വാർഡ് കൗൺസിലർ KP പ്രസാദ്, 32-ാം വാർഡ് കൗൺസിലർ P പ്രസാദ്, KT രവിദാസ്, രാജൻ പയ്യനേഴി, കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ പാപ്പുള്ളി, MP സതീഷ് കുമാർ എന്നിവരാണ് ചുക്കാൻ പിടിക്കുന്നത്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായമുണ്ടാകണമെന്ന് ചികിത്സാ സഹായ സമിതി ചെയർമാൻ കൂടിയായ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ഇപ്പോൾ ജനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ 20 ലക്ഷം രൂപ ശേഖരിക്കാൻ ബഹുമാനപ്പെട്ട MP GK ശ്രീകണ്ഠൻ, അതുപോലെ P മമ്മിക്കുട്ടി, ഇവരെല്ലാം രക്ഷാധികാരികളായിട്ടും നഗരസഭ ചെയർമാനായിട്ടും 33-ാം വാർഡ് കൗൺസിലർ KP പ്രസാദ് കൺവീനറുമായിട്ടുള്ളൊരു കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഒരു തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടാണ് നമുക്ക് ശേഖരിക്കേണ്ടത്. അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മൾ KT രവിദാസ്, രാജൻ പയ്യനഴി ട്രഷററാണ്, വൈസ് ചെയർമാനായിട്ട് 32-ാം വാർഡിലെ കൗൺസിലർ പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ഇങ്ങനെയാണ് ഭാരവാഹികളായിട്ടുള്ളത്. പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്. അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നല്ല സഹകരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഫണ്ട് സമാഹരിക്കുന്നതിൽ ഉണ്ടാവണം.
ഈ കുട്ടിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നാണ് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഈ അവസരത്തിൽ തേടുകയാണ്. അതിന് മാധ്യമങ്ങളുടെ ഒരു നല്ല പിന്തുണ പ്രചരണം ഉണ്ടാകണം എന്ന്. ചികിത്സാ സഹായ സമിതി ട്രഷറർ രാജൻ പയ്യനേഴി, വൈസ് ചെയർമാൻ പി പ്രസാദ്, കെ പ്രസാദ്, പി കെ വേണുഗോപാലൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി ഓടന്നൂർ അൽ മദ്രസത്തുൽ ഇസ്ലാമിയയുടെ നേതൃത്വത്തിൽ SLC +2 വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. നമുക്ക് നമ്മെ അറിയാം എന്ന നാമകരണത്തിൽ നടന്ന ക്ലാസ് മോട്ടിവേറ്റർ പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. ഷാവുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. BA അൻസാർ, AP അഷറഫ്, ഹിദായത്തുള്ള, താഹിറ എന്നിവർ സംസാരിച്ചു. ഖത്തീബുമാരുടെ വിജയം പറഞ്ഞതാണ്. ഖത്തീബുമാർക്ക് പറഞ്ഞത് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ കേൾക്കുന്നവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. പറഞ്ഞാലും ഓർമ്മ. ശരി, ഓക്കെ. നമ്മുടെ ഈ ക്ലാസ്സിന്റെ തലക്കെട്ട് നോ തൈസെൽഫ് എന്നാണ്. നോ തൈസെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഇന്നത്തെ പരിപാടിയുടെ തലക്കെട്ടായിട്ട് നമ്മൾ കൊടുത്തത് നിങ്ങളതിൻ്റെ പോസ്റ്റർ ഒന്നും കണ്ടില്ലേ? അതൊക്കെ നമ്മുടെ ഈ സംഘാടനത്തിൽ വരുന്ന പ്രശ്നമാണ്. കൃത്യമായിട്ട് എന്താണ് നമ്മളിവിടെ പറയപ്പെടാൻ പോകുന്നത് എന്നുള്ളത് രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും അറിയണം. നോ തൈസെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മെ തന്നെ തിരിച്ചറിയുക, നമുക്ക് നമ്മെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇത്. നോ തൈസെൽഫ് എന്ന് പറയുന്ന വാക്ക് ആര് പറഞ്ഞതാണെന്ന് അറിയോ? നോ തൈസെൽഫ് എന്ന് ആദ്യം കേൾക്കുകയാണ് അല്ലേ? അത് പറഞ്ഞത് സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ്. വിശ്വജീവൻ ഡയറക്ടർ പ്രദീപ് കുമാർ രചിച്ച വിശ്വജീവൻ യോഗ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നിലമ്പൂർ ചോക്കാട് ഗ്രാമദീപം ആശ്രമം മഠാധ്യക്ഷ ദേവകി ടീച്ചർ നിർവഹിച്ചു. ആത്മീയ പ്രഭാഷകൻ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, പ്രൊഫസർ സുഗത തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. റെയിൽവേ മന്ത്രാലയം ട്രെയിൻ അനുവദിച്ചത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന്. വിദ്യാർത്ഥികളെ ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ കേരളത്തിലെത്തിക്കും. സംഗീതത്തെ പുതുതലമുറ ഗൗരവമായി കാണുന്നത് ശുഭകരമെന്ന സംഗീതജ്ഞൻ TM കൃഷ്ണ. സംഗീതം ഇന്ന് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടേതുമായി. ഒറ്റപ്പാലത്ത് ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ പാട്ടും പൊരുളും. തൃശൂരിൽ ഒറിയൻ സ്പെഷ്യൽ കഞ്ചാവുമായി ലഹരി മാഫിയ സംഘം എക്സൈസിന്റെ പിടിയിൽ. 5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. വിദ്യാർത്ഥികളും ഡ്രൈവർമാരും ഗുണ്ടകളുമാണ് ഇവരുടെ പ്രധാന ഇടപാടുകാരെന്ന് എക്സൈസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.